യേശു കർത്താവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. This is the last youth impact of this year. ഈ വർഷത്തെ അവസാനത്തെ യൂത്ത് ഇമ്പാക്റ്റിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. We want to thank all of you who have joined us in the last 5 sections in every month that happened, and also if you are part of the WhatsApp group, we are really happy that you made that choice to be with us. കഴിഞ്ഞ 5 മാസങ്ങളിൽ നടന്ന യൂത്ത് ഇമ്പാക്റ്റിൽ പങ്കെടുത്തവരും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് ഈ ആത്മിക മൂവ്മെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. If you are not yet part of the WhatsApp group of Youth Impact, the link will be provided. You can click in that link and we would love to have you in our WhatsApp group where we share our thoughts that will nurture you in your spiritual growth. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇടുന്നതാണ്. അതിൽ ഭാഗമായി ആത്മിക വർധനവ് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. For tonight's meditation, I want you to turn your Bibles to Matthew's Gospel, chapter 2 and verse 3. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. Please grab a Bible. If you don't have a Bible with you, I would urge you pick up a Bible. നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈബിൾ എടുത്ത് വായിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Look into chapter 2 and verse 3. 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. When King Herod heard this, he was disturbed and all Jerusalem with him. ഹെരോദ രാജാവ് ഇത് കേട്ടപ്പോൾ താനും യെരുശലേം ഒന്നാകെ അവര് പ്രശ്നത്തിലായി, ആശയക്കുഴപ്പത്തിലായി. The theme for this night is the divine interruption. ദൈവികമായ ഇടപെടലാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്താ വിഷയം. What does that word interruption mean? ആ ഇടപെടൽ, ആ ഒരു തടസ്സപ്പെടുത്തലിന്റെ അർത്ഥം എന്താ? A stoppage or hindering of an activity. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ പെട്ടെന്ന് തടസ്സപ്പെടുത്തുന്ന അനുഭവമാണ് ഇന്ററപ്ഷൻ എന്ന വാക്കുകൊണ്ട് മലയാളത്തിൽ അർത്ഥമാക്കുന്നത്. You were doing something, all of a sudden somebody came, stopped it in the middle of it. നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആരോ അതിന്റെ നടുക്ക് വന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തി. Do you like interruptions? നിങ്ങൾക്ക് അങ്ങനെ നടക്കുന്ന ആ ഒരു തടസ്സം, ആ ഒരു ഇടപെടൽ ഇഷ്ടമാണോ? If you are playing carom, all of a sudden somebody come in between and disturbs the whole thing. നിങ്ങൾ ക്യാരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് നിങ്ങൾ കളിച്ച ആ മൊത്തം കാര്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? Or while you are playing your video game, all of a sudden a pop-out come in your mobile where it says software update is due. Do you like that interruption? നിങ്ങൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോ കടന്നു വന്നാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? All of us will postpone. I don't like interruption. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ഈ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇടപെടൽ നമ്മൾ എപ്പോഴും അവഗണിക്കും, അതിനെ തട്ടിമാറ്റും. We keep all the updates for the night. When we don't use the phone, update in the night. നമ്മൾ എപ്പോഴും രാത്രികളിലാണ് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫോൺ ഉപയോഗിക്കാത്ത സമയത്താണ് നാം അത് ചെയ്യുന്നത്. None of us like interruption. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ഇടപെടൽ, ബുദ്ധിമുട്ടിക്കുന്ന ഇടപെടൽ ഇഷ്ടമില്ല. This is the season of Advent. പക്ഷേ ഇപ്പോൾ നാം ആയിരിക്കുന്നത് ആ യേശുവിന്റെ ഒന്നാമത്തെ ആഗമനത്തിന്റെ ആ ഒരു കാലമാണ്. Popularly we call it Christmas season. നമ്മൾ അതിനെ ക്രിസ്മസ് സീസൺ ആയിട്ട് വിളിക്കാറുണ്ട്. This is the time where we are joyful, make merry, make Christmas tree, make cakes, exchange gifts. It is a time of happiness. ഈ ഡിസംബർ മാസം ക്രിസ്മസ് ട്രീ നമ്മൾ നാട്ടുന്നു, നമ്മൾ അന്യോന്യം ഉപഹാരങ്ങൾ കൊടുക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ വിവിധങ്ങളായ നിലയിൽ ആഘോഷ ഉത്സവത്തിന്റെ പൊലിപ്പിലായിരിക്കുന്നു. In some places we see the leader will ask the youths, tell one word about this season, and somebody will say peace, the second person will say joy, the third person will say gift. That is how we characterize this season. പലപ്പോഴും യൂത്ത് മീറ്റിങ്ങുകളിൽ ദൈവദാസന്മാരോ നേതൃത്വം നയിക്കുന്നവർ ചോദിക്കും, ക്രിസ്മസിനെ ഉൾക്കൊള്ളിക്കുന്ന അതിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്ക് പറയുക, സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് നമ്മൾ പെട്ടെന്ന് പറയും. I have not heard till day that somebody is saying this season is season of interruption. പക്ഷെ ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇടപെടലാണെന്ന്. This is something that I don't like. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണിത്. Nobody has said it. ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല.
Do you look at December, Christmas season as a season where you are disturbed, interrupted? നിങ്ങൾ ക്രിസ്മസ് സീസനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച, നിങ്ങളുടെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു സമയമായിട്ട് കണ്ടിട്ടുണ്ടോ? In the next few minutes, I am going to present to you from the second page of the New Testament the story where people are interrupted. ഞാൻ പുതിയ നിയമത്തിലെ ആദ്യ താളുകളിൽ നിന്നുകൊണ്ട് മനുഷ്യർ ഇടപെടിയിൽ ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. The whole scenario looks like, if you look at chapter 2 and verse 1, you read about Magi coming. Magi. അവിടുത്തെ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രംഗത്തിൽ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വരുന്നു. Wise men coming. വിദ്വാൻമാർ യേശുവിനെ കാണാൻ ഇടപെടിയിൽ അവിടെ കടന്നു വരുന്നു. Who are these people? ഈ ബുദ്ധിമാന്മാർ, ഈ വിദ്വാൻമാർ ആരാ? Generally we can say they are Gentiles who are able to recognize signs and foretell events. നമ്മൾ പൊതുവെ പറയുന്നത് ആകാശ ലക്ഷ്യങ്ങളെ കാണുവാൻ കഴിയുന്നവരും ഭാവി കാലത്തെക്കുറിച്ച് പ്രവചനങ്ങൾ പറയാൻ കഴിയുന്ന വിദ്വാൻമാരാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. Unfortunately, in this Christmas season we don't have many skits. ഈ ക്രിസ്മസ് കാലയളവിൽ ഈ വർഷത്തിൽ അനേക നാടകങ്ങൾ നമുക്ക് നടത്താൻ കഴിയുന്നില്ല. But whenever you had one, you would remember the wise men coming. In one of the scenes of the play, wise men will come. ആ നാടകത്തിൽ ഈ വിദ്വാൻമാർ 3 പേര് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. You know who are these wise men? ഈ വിദ്വാൻമാർ ആരാണെന്ന് അറിയാമോ? They are known as kingmakers. അവർ രാജാക്കന്മാരെ വാഴിക്കുന്നവരാ. From the east they have seen the star. അവര് നക്ഷത്രത്തെ കണ്ട് കിഴക്കുനിന്ന് പുറപ്പെട്ടവരാണ്. What does that mean? They have seen the star. That is echoing Numbers chapter 24 verse 17. ഇവർ നക്ഷത്രത്തെ കണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു അർത്ഥവ്യാപ്തി കിട്ടുന്നത്. When Matthew is writing this, definitely Matthew would have that in mind. A star shall come out of Jacob, and they have seen that star. സംഖ്യാപുസ്തകം 24:17 പറയുന്നത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, അതിന്റെ ഒരു നിവർത്തിയായിട്ട് അത് വിസ്മരിച്ചു, അത് ഓർത്തുകൊണ്ടാണ് മത്തായി ഇത് എഴുതുന്നത്. So like the way we know Christmas, they are excited that Jesus is going to be born. They have seen the star in chapter 2 verse 1 and 2. രണ്ടാം അധ്യായം നോക്കുമ്പോൾ നമ്മൾ ആവേശോജ്വലരാകുന്നത് പോലെ യേശു ജനിക്കുന്നു, നക്ഷത്രം കണ്ടു, അവർ ആവേശത്തോടെ പുറപ്പെട്ടവരാണ്. But in verse 3, our key verse for this evening, മൂന്നാമത്തെ വാക്യത്തിൽ, നമ്മുടെ ഇന്നത്തെ മുഖ്യവാക്യത്തിൽ, when King Herod heard this, ഹെരോദ് രാജാവ് ഇത് കേട്ടപ്പോൾ he was disturbed. താൻ ഭ്രമിച്ചു. He was interrupted. തന്റെ ജീവിതത്തിന്റെ ആ ചര്യയിൽ ഒരു തടസ്സപ്പെടുത്തൽ നടക്കുകയാണ്. Not only Herod alone, ഹെരോദ് മാത്രമല്ല, all Jerusalem with him. യെരൂശലേം മൊത്തം Kingmakers are coming. രാജാക്കന്മാരെ വാഴിക്കുന്നവർ കടന്നു വരുന്നു. But king is interrupted. പക്ഷെ ഇവിടുത്തെ രാജാവിന്റെ ആ ജീവിതചര്യയിൽ ഒരു തടസ്സപ്പെടുത്തൽ. Who is this king? ഈ രാജാവ് ആരാ? In verse 3, King Herod, this is his name. Who is this king? ഈ മൂന്നാം വാക്യത്തിൽ ഹെരോദാവ് എന്ന പേര് അവകാശിയായ രാജാവ് ആരാ? He ruled Palestine for 34 years. 34 വർഷം പലസ്തീനെ അടക്കി വാണ രാജാവ്. There is somebody above him. He is known as Caesar. തനിക്ക് മീതെയും ഒരാളുണ്ട്, കൈസർ. But he has good terms with Caesar. കൈസരുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാ. The whole Palestine, Judea, Galilee, everything is in his control. ഈ പലസ്തീന എന്ന നാട് മൊത്തം തന്റെ വാഴ്ചയുടെ പരിധിയിലാണ്. He is known for building projects. താൻ വളരെ വലിയ നിർമ്മാണ പദ്ധതിയുടെ ആസൂത്രകനാണ്. Something that surprised me is he has around 7 palace complexes. തന്റെ സ്വന്തമായി 7 കൊട്ടാരങ്ങൾ തനിക്കുണ്ടായിരുന്നു. And those palace complexes were larger than Caesar's complex. കൈസറിന്റെ കൊട്ടാരത്തെക്കാൾ വലിപ്പമുള്ള 7 കൊട്ടാരങ്ങൾക്ക് ഉടമയായിരുന്നു ഹെരോദ്. He is not an ordinary king. താൻ സാധാരണ രാജാവല്ല. He has bigger complexes than his master Caesar. അന്നത്തെ ചക്രവർത്തി തന്റെ യജമാനനായ കൈസറിനേക്കാൾ വലിയ കൊട്ടാരമുള്ള ഒരു ധൂർത്ത്. He made citizens, he made the general people very proud. താൻ സാധാരണ മനുഷ്യരെയും തന്റെ പൗരന്മാരെയും എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തി. Because of the construction of amphitheaters, roads and aqueduct
temple beautification. He is known for it. He is a man who makes things happen. രാജവീഥികളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും മന്ദിരത്തിന്റെ പുനഃസ്ഥാപനവും ഇതുകൊണ്ട് താൻ ഒരു ആസൂത്രകനായി ഇതെല്ലാം പണിയുന്ന ഒരു നിർമ്മാതാവായിട്ട് അറിയപ്പെട്ട വ്യക്തിയാണ്. Historical record shows he is a very short man. ചരിത്ര രേഖകൾ പറയുന്നത് ഒരു കുറുകിയ മനുഷ്യനായിരുന്നു താൻ. He is a short man, but he is interested in tall things. കുറുകിയ മനുഷ്യനാണെങ്കിലും വലിയ കാര്യങ്ങളിൽ കണ്ണുവെച്ച വ്യക്തി. There is something very special about him. He is not only known for building projects or 34 years of reign. There is something about this man which you need to know. 34 വർഷം വാണ ഒരു രാജാവായിട്ടോ നിർമ്മാണ പദ്ധതികളെ ആസൂത്രണം ചെയ്ത ഒരു വ്യക്തിയായിട്ടോ മാത്രമല്ല ചരിത്രത്തിൽ താൻ കുപ്രസിദ്ധനായിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. He demands adoration. താൻ ആരാധനയും തന്നോടൊരു സമർപ്പണവും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. He wanted to impress people with his fame, majesty. തന്റെ പണവും തന്റെ ഈ പ്രൗഢിയും വെച്ച് ആൾക്കാരെ വിഭ്രാന്തിഭരിതരാക്കുവാൻ ആഗ്രഹിച്ചു. You know what historians have said about Herod? ഹെരോദിനെ കുറിച്ച് ചരിത്രം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? He dislikes competition. തനിക്ക് ഒരിക്കലും തന്നോട് കിടപിടിക്കുവാൻ ആരെയും അനുവദിക്കത്തില്ല. He is not for a battle. He dislikes competition. ഏത് വ്യക്തിയും തന്റെ നേരെ കിടപിടിക്കാൻ വന്നാൽ അത് തനിക്ക് ഇഷ്ടമില്ല. Because he dislikes, he will kill them. തന്നോട് കിടപിടിക്കുവാൻ മത്സരിച്ചു വരുന്ന ആരായാലും അവരെ കൊന്നുകളയും. He was insanely jealous. That is how one historian put about ascription about Herod. ഒരു ചരിത്രകാരൻ പറയുന്നത് തനിക്ക് മുഴുവട്ടായിരുന്നു. He literally killed 3 of his sons. തന്റെ 3 സ്വന്തം പുത്രന്മാരെ ഈ ഒരു മത്സരത്തിൽ കൊന്നുകളഞ്ഞു. Because he was jealous. Somebody told him your son is plotting against him. He killed him. ആരോ തന്നോട് പറഞ്ഞു സ്വന്തം മോൻ നിന്റെ രാജ്യസ്ഥാനം അപഹരിക്കാൻ നോക്കിയാണ്. സ്വന്തം മോനെ ഒരു അറപ്പുമില്ലാതെ കൊന്നുകളഞ്ഞു. He is a virtual monster. താൻ ഒരു പൈശാചിക ബാധയുള്ള വ്യക്തിയായിരുന്നു. Killed his favorite wife. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയെ, അനേക ഭാര്യമാരിൽ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയെ ഇതേ കാരണം ചൊല്ലിക്കൊന്നു. So you are not surprised. I am not surprised when you read in chapter 2 verse 16, when you see about this Herod giving orders, kill all the boys below the age 2. You are not surprised because he is a man known for it. ഹെരോദിന്റെ ഈ ചരിത്ര വിവരങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് 2:16 വായിക്കുമ്പോൾ ബത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നുള്ള വിവരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് പൊരുത്തപ്പെടുന്നു. Augustus Caesar told about this man Herod, I would rather be Herod's pig than his son. അഗസ്റ്റസ് സീസർ ഇങ്ങനെയാണ് ഹെരോദിനെ കുറിച്ച് പറഞ്ഞത്, ഹെരോദാവിന്റെ മകനാകുന്നതിനേക്കാൾ നല്ലത് അവന്റെ പന്നിയായി ജീവിക്കുന്നത്. When his death was approaching, തന്റെ മരണം അടുത്തുകൊണ്ടിരുന്നപ്പോൾ, when he was weak, താൻ ബലഹീനനായപ്പോൾ, he knew that he has a cruel face before others. മറ്റുള്ളവരുടെ മുൻപാകെ ഒരു ക്രൂര മുഖത്തോടെ, You know what he did? താൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? Take off that cruel face because nobody is going to cry when he dies. താൻ മരിക്കുമ്പോൾ താൻ ക്രൂരനായതുകൊണ്ട് ആരും തനിക്ക് വിലപിക്കാനില്ലാത്തത് കൊണ്ട് താൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? He brought all the elders, selected elders, noted people from different towns in Palestine and imprisoned them. നാട്ടിലെ പ്രമാണിമാരും പ്രമുഖരും ആൾക്കാരുടെ ജനപ്രീതി ആർജിച്ച മുഖ്യന്മാരെയും പലസ്തീനിലെ പട്ടണത്തിൽ നിന്ന് കൂട്ടി താൻ തടവിലാക്കി. And this is what he commanded: when I am breathing last, you should kill them all, because people will cry for them. ഞാൻ മരിക്കുമ്പോൾ ഈ പ്രമാണികളെയും ജനപ്രീതി ആർജിച്ച ഈ മുഖ്യരെയും നിങ്ങൾ കൊന്നുകളയണം. അങ്ങനെങ്കിലും ജനം എനിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി വിലപിക്കും. But my question still, why is he disturbed? എന്റെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്, എന്തുകൊണ്ടാണ് ഹെരോദാവ് 3-ാം വാക്യത്തിൽ ഭ്രമിച്ചു പോയത്? This coming of Jesus is interrupting him, disturbs him. Why? എന്തുകൊണ്ടാണ് യേശുവിന്റെ ഈ വരവ് തന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നത്? Because Jesus' coming is never interrupting us. യേശുവിന്റെ വരവ് നമുക്കൊരു തടസ്സമല്ലല്ലോ. He is disturbed. പക്ഷെ ഹെരോദാവ് ഭ്രമിച്ചുപോയി. When we look at Jesus from this gospel narratives, യേശുവിന്റെ ജീവിതത്തെ ഈ സുവിശേഷ വിവരണത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ, and you ask Herod, why are you disturbed? Because Jesus works with
insignificant people. He is not like you, Herod. Why are you disturbed? നിന്നെ പോലെയല്ല ഈ യേശു. വളരെ താണകിടയിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ ആ മുഖ്യധാരയ്ക്കും പുറത്താണ് ആ യേശു. നിന്നെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? He is not interested in building all the palaces and all. Jesus never constructed any palace. ഒരു നിർമ്മാണ പദ്ധതിയോ കൊട്ടാരത്തിന്റെ വികസനമോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ യേശു. യേശു ഒരു കൊട്ടാരവും പണിതില്ല. ഈ യേശു എങ്ങനെ നിന്നെ ഭ്രമിപ്പിക്കുന്നത്? Jesus is friend of tax collectors and sinners. Why are you afraid of him? ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതരായി വരുന്ന യേശു നിന്നെ എന്തിനാ ഭ്രമിപ്പിക്കുന്നത്? He is not challenging you. Why are you taking him on and you are disturbed? ഈ യേശു നിന്നെ വെല്ലുവിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഭ്രമിച്ചു പോകുന്നേ ഹെരോദാവേ? Jesus is making his base in Capernaum according to chapter 4 verse 13. He is in Capernaum. That is not the likely place for king. 4:13 കപ്പർനഹൂമിൽ ജാതികളുടെ ഗലീലയിൽ ജീവിക്കുന്ന യേശു എങ്ങനെയാണ് ഹെരോദാവിന് ഒരു വെല്ലുവിളിയാകുന്നത്? The irony when you look back in history is the same year Jesus was born, around that same year Herod was killed. നമ്മൾ Herod died. ചരിത്രം പഠിക്കുമ്പോൾ യേശു ജനിച്ച ആ വർഷങ്ങളിൽ തന്നെ, തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഹെരോദാവ് മരിച്ചു. Jesus was born in a manger. യേശു ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു. Why are you disturbed? You have 7 palaces. നിനക്ക് 7 കൊട്ടാരങ്ങളുണ്ടല്ലോ ഹെരോദാവേ, എന്താണ് ഭ്രമിച്ചു പോകുന്നത്? You have lot of commanding officers. നിനക്കൊത്തിരി സേനാധിപന്മാരുണ്ടല്ലോ. You can do what you want. ഇഷ്ടമുള്ളത് നടപ്പിലാക്കുവാൻ കഴിയുമല്ലോ. Why are you interrupted by Jesus? യേശുവിനാൽ നീ ബുദ്ധിമുട്ടപ്പെടുന്നത് എന്തിനാണ്? Herod was buried in lavish pomp. വളരെ പ്രൗഢ ഗംഭീരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ഹെരോദാവ്. Why are you disturbed? എന്തുകൊണ്ടാണ് നീ ഭ്രമിച്ചിരിക്കുന്നത്? Most probably he knows scripture. That is why he is disturbed. യേശുവിനെ തനിക്ക് വചനം അറിയാമത് കൊണ്ടായിരിക്കും യേശു നിമിത്തം താൻ അസ്വസ്ഥനായിരിക്കുന്നത്. Look at verse 4. All of you look at verse 4. 4-ാം വാക്യം നോക്കി, 2:4. When he had called together all the people's chief priests and teachers of the law, he asked them where the Messiah was to be born. In Bethlehem in Judea, they said, and they caught, it is written in Micah chapter 5 verse 2, he is going to be born in Bethlehem. പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടി മെശിഹ എവിടാ ജനിക്കുന്നതെന്ന് ഹെരോദാവ് ചോദിക്കുകയാണ്. അവർ പറയുന്നു, മീഖായുടെ പ്രവചനം പറയുന്നു, അവൻ ബെത്ലഹേമിൽ ജനിക്കുന്നു. He knows scripture. തനിക്ക് വചനമറിയാം. He knows something about what happened in world history. ലോക ചരിത്രത്തിൽ സംഭവിച്ച ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ചയുള്ളവനാണ്. My friends, my dear brothers and sisters, do you know what happened in world history? ലോക ചരിത്രത്തിൽ എന്താ നടന്നതെന്ന് എൻ്റെ യുവ സ്നേഹിതന്മാർക്ക് അറിയാമോ? For us, Christmas is a matter of joy. നമുക്ക് വേണ്ടി ക്രിസ്മസ് സന്തോഷ ഉത്സവത്തിന്റെ ഒരു ദിവസങ്ങളാ. We exchange cards and wish them Merry Christmas, Merry Christmas. Are you happy? I am happy. Here is your cake. Give me my cake. That is Christmas. നമുക്ക് ക്രിസ്മസ്, നമ്മൾ കാർഡ് കൊടുക്കുന്നു, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഇതാ എൻ്റെ കേക്ക്, നിന്റെ സമ്മാനം എവിടെയെന്ന് നാം ചോദിക്കുന്നു. But we are not interrupted. നമുക്കൊരു തടസ്സപ്പെടൽ നടക്കുന്നില്ല, നമ്മൾ ബുദ്ധിമുട്ടിക്കപ്പെടുന്നില്ല. We have not taken time to read history. ചരിത്രം വായിക്കുവാനോ പഠിക്കുവാനോ നമ്മൾ സമയം കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഭ്രമിക്കാത്തത്. As somebody said, when you look at history, you see his story. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ചരിത്രമാണ്, അവിടുത്തെ കഥയാണ് കാണുന്നത്. In Egypt, Pharaoh thought he is king. മിസ്രൈമിൽ ഫറവോൻ ചിന്തിച്ചു, താനാണ് ചക്രവർത്തി. Pharaoh thought, I can do anything I want. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. Pharaoh was like a prefigure of Herod. ഹെരോദിന്റെ ഒരു നിഴലാണ് ഫറവോൻ. Pharaoh killed babies. ഫറവോനും കുഞ്ഞുങ്ങളെ കടിഞ്ഞൂലിനെ സംഹരിച്ചു. Herod killed babies. ഹെരോദും കടിഞ്ഞൂൽ സംഹാരം നടത്തുകയാണ്. Herod reminds us of Pharaoh. ഹെരോദിന്റെ ചരിത്രം ഫറവോന്റെ ചരിത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തല. But when you come to the later portion in Matthew's gospel, especially when you look at chapter 8 verse 27 and verse 32, I want you to observe something. 8:27-32 വാക്യങ്ങളിൽ ഒരു കാര്യം സൂക്ഷ്മമായി നിങ്ങൾ കാണണം. മത്തായിയിൽ You know who Jesus is? ആരാണ് യേശു? Oh, he's a gift who was born in Bethlehem. Is that all?
ബത്ലഹേമിൽ ജനിച്ച ഒരു സമ്മാനമാണ്. അത് മാത്രമാണോ യേശു? He is my friend, he is my savior, he is my all in all. അവൻ എൻ്റെ മിത്രം, അവൻ എൻ്റെ ആത്മപ്രിയൻ, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ പറയുന്നു. അത് മാത്രമാണോ? In chapter 8:27, the men were amazed and asked, what kind of a man is this? Even the winds and the waves obey him. He has control over sea. 8:27 പറയാണ്, ഇവൻ എങ്ങനത്തെ മനുഷ്യനാണ്, കാറ്റും കടലും അവന്റെ ശബ്ദം കേൾക്കുന്നു. He has control over sea. പ്രകൃതിയെ, സമുദ്രത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. And in 8:32, Matthew is carefully doing something. In verse 27, he has control over sea, and in verse 32, to the demons, this is what Jesus said. He said to them, go. So they came out and went into the pigs, and the whole herd rushed down the steep bank into the lake and died in the water. He has control over sea. Demons in the pigs died in the water. 8:32 പറയുന്നത്, ഭൂതം ബാധിച്ചവനെ വിടുവിച്ച് പന്നികളിലേക്ക് വിട്ട് ആ പന്നികൾ ചാടി മരിക്കുകയാണ്, അവിടുത്തെ ഭൂതം ഇല്ലാതെയാകുകയാണ്. ഭൂതത്തിന്മേൽ അധികാരമുള്ള യേശു Died in the water. വെള്ളത്തിൽ മരിക്കുന്നു. That word will remind us of something. ആ വെള്ളത്തിൽ മരിച്ച പന്നികളുടെ ആ വാക്കുകൾ, ആ പ്രയോഗം നമ്മളെ മറ്റെന്തോ ഓർപ്പിച്ചുണർത്തുകയാണ്. Jesus has control over sea. വെള്ളത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു യേശു. But enemy is distracted in the sea. പക്ഷേ ശത്രുവിനെ അതേ വെള്ളത്തിൽ തകർത്ത് കളഞ്ഞു. This is Pharaoh. ഇതാണ് ഫറവോൻ. This is reminding us of Pharaoh. ഫറവോന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. Israelites went through the dry ground. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നു. Pharaoh and all the people around were drenched in the water. ഫറവോനും സൈന്യത്തെയും അതേ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. You know why King Herod is shaken? എന്താണ് ഹെരോദ് ഭ്രമിച്ചിരിക്കുവാൻ കാരണം? What happened to Pharaoh, will it happen to me? ഫറവോന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കുമോ? He knows history. തനിക്ക് ചരിത്രമറിയാം. There are no kingdom that can oppose this man. ഈ മനുഷ്യനെ എതിർത്ത് നിൽക്കുവാൻ ഒരു സാമ്രാജ്യത്തിനും കഴിയത്തില്ല. After Egypt, when another big empire Babylon comes, മിസ്രൈമിനു ശേഷം ബാബിലോൺ സാമ്രാജ്യം തലപൊക്കി ഉയർത്തിയപ്പോൾ, in Daniel chapter 2 verse 44, 2:44 ദാനിയേലിന്റെ പ്രവചന പുസ്തകം, the time of those kings the God of heaven will set up a kingdom that will never be destroyed, nor will it be left to another people. It will crush all those kingdoms and king them to an end, bring them to an end. ആ കാലത്തിൽ ദൈവമായ കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കും. ഒരു രാജാക്കന്മാർക്കോ രാജ്യങ്ങൾക്കോ അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയത്തില്ല. അതിനെ എല്ലാം തവിടുപൊടിയാക്കുന്ന ഒരു ദൈവിക സാമ്രാജ്യം. You know why Herod is disturbed? എന്താണ് ഹെരോദ് ഭ്രമിച്ചിരിക്കുന്നത്? He knows history. തനിക്ക് ചരിത്രം അറിയാം. He knows what happened to Pharaoh. ഫറവോന് സംഭവിച്ചത് എനിക്കറിയാം. He knows what happened to Nebuchadnezzar. നെബൂഖദ്നേസറിന് സംഭവിച്ചത് എനിക്കറിയാം. He knows what is written in scripture about Jesus. തിരുവെഴുത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം. My dear brothers and sisters, എന്നെ കേൾക്കുന്ന യുവ സഹോദരി സഹോദരന്മാര്, Jesus is somebody who interrupts you. നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് യേശു. If you allow him to interrupt you, this season is a meaningful season. നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി അതിന്റെ ദിക്ക് തിരിക്കുവാൻ നിങ്ങൾ അനുവദിച്ചാൽ ഈ ഒരു കാലം, ഈ ഒരു ക്രിസ്മസ് സീസൺ നിങ്ങൾക്ക് അർത്ഥവത്താകും. In history I see several times this God interrupting history. ചരിത്രത്തെ തടസ്സപ്പെടുത്തുന്ന യേശു ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. William Tyndale, I hope all of you know that name. വില്യം ടിൻഡേൽ എന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാം. He is known as the Shakespeare of biblical translators. വചന തർജ്ജിമയുടെ ഷേക്സ്പിയറായി അറിയപ്പെടുന്ന You വ്യക്തി. know what was his commitment? തന്റെ William Tyndale's സമർപ്പണം എന്താണെന്നറിയാമോ? If God spares my life, this is what he said, if God spares my life, I would cause the boy that drives the plow in England to know more of the scriptures than the Pope himself. കണ്ടമുറുതുമഴിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത പയ്യൻ പോപ്പിനേക്കാൾ വചനത്തിൽ പ്രാവണ്യമുള്ളവനാക്കി തീർക്കുക, ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം. William Tyndale said that. വില്യം ടിൻഡേൽ ഇങ്ങനെ പറഞ്ഞത്, More than Pope, this boy would know the scripture if I am spared. ഞാൻ ജീവനോടിരുന്ന ഈ കണ്ടമുറുതുമഴിക്കുന്ന പയ്യൻ പോപ്പിനേക്കാൾ വചനത്തിൽ പ്രാവണ്യമുള്ളവനാവും. He decided to translate the Bible. തൻ ബൈബിൾ തർജ്ജിമ ചെയ്യാൻ തീരുമാനിച്ചു. King Henry VIII opposed. ഹെൻറി എട്ടാമൻ തനിക്ക് നേരെ നിന്നു. For translating the Bible, he was strangled and then burned in 1536.
1536 വില്യം ടിൻഡേലിനെ ഞെരുക്കിക്കൊന്ന് തീ വെച്ച് ചുട്ടുകളഞ്ഞു. By that time around 50,000 copies were already in circulation. His translation. അതിനോടകം 50,000 കൈയെഴുത്ത് പ്രതികൾ, പുസ്തകങ്ങൾ, ബൈബിൾ ചുരുളുകൾ താൻ പ്രചാരത്തിൽ കൊണ്ടുവന്നു. King Henry VIII thought he is in control. ഹെൻറി എട്ടാമൻ ചിന്തിച്ചു താനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. He thought I can do what I want. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. Like Herod, ഹെരോദിനെ പോലെ, like Pharaoh. ഫറവോനെ പോലെ. King Henry thought I can do it. ഹെൻറി എട്ടാമൻ ചിന്തിച്ചു ഞാനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. You know what was the last words of William Tyndale when he was burned at stake? വില്യം ടിൻഡേലിനെ തീ വെച്ച് ചുട്ടുകൊല്ലുന്ന ആ നിമിഷങ്ങളിലെ അവസാന തന്റെ വായിലെ വാക്കുകൾ എന്താണെന്നറിയാമോ? This is a famous sentence. ഇത് വളരെ പ്രശസ്തി ആർജിച്ച വാക്കുകളാ. This is what he cried out. തനിതാണ് നിലവിളിച്ചു പറഞ്ഞത്. Lord, open the King of England's eyes. ഇംഗ്ലണ്ട് രാജാവിന്റെ കണ്ണുകളെ നീ തുറക്കണമേ. You know what happened after 3 years? 3 വർഷത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? The king licensed English Bible to be placed in all the parishes in England. ഇംഗ്ലണ്ടിലെ എല്ലാ സഭാ ഹാളുകളിൽ ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിൽ തർജ്ജിമ ചെയ്ത ബൈബിൾ വെക്കുവാൻ താൻ ഉത്തരവ് വിട്ടു. God interrupted history. ചരിത്രത്തിൽ ദൈവം ഇറങ്ങി ഇടപെട്ട് തടസ്സപ്പെടുത്തി. King Henry is not the one who decides. ഹെൻറി അല്ല കാര്യങ്ങളെ It തീരുമാനിക്കുന്നത്. is not Pharaoh who decides. ഫറവോനല്ല ചരിത്രത്തിന്റെ ഗതിയെ It നിർണയിക്കുന്നത്. is not Nebuchadnezzar who decides. നെബൂഖദ്നേസർ അല്ല ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. It is not Herod who decides. ഹെരോദല്ല കാര്യങ്ങളെ നയിക്കുന്നത്. Herod is disturbed because he knows this man is not ordinary man. ഹെരോദ് ഭ്രമിച്ചിരിക്കുന്നത് ഇവൻ ഒരു വെറുതെക്കാരനല്ല. He will interrupt history. അവൻ ചരിത്രത്തെ തടസ്സപ്പെടുത്തും. You may all remember this words of French philosopher Voltaire. വോൾട്ടേറിന്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. You know what did Voltaire say? വോൾട്ടേർ എന്താ പറഞ്ഞത്? 100 years from my death, the Bible will be a museum piece. If you want to see Bible, you should go to museum. വോൾട്ടേർ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിന് 100 വർഷത്തിന് ശേഷം ബൈബിൾ വരും ഒരു പുരാവസ്തുവായ മ്യൂസിയമിൽ ഇരിക്കും. French philosopher Voltaire thought he is in control. വോൾട്ടേർ ചിന്തിച്ചത് താനാണ് നിയന്ത്രിക്കുന്നത് His ചരിത്രത്തിൽ. prediction will come true. തന്റെ ഈ ഭാവി പ്രവചനം നടപ്പിലാകുമെന്ന് Do ചിന്തിച്ചു. you know what happened after 100 years? 100 വർഷത്തിന് ശേഷം എന്താ നടന്നതെന്ന് അറിയാമോ? French Bible Society bought the old home of Voltaire in Paris and converted into Bible Society. ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി വോൾട്ടേറുടെ ആ പഴയ വീട് പാരീസിൽ വാങ്ങി ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റിക്ക് സ്ഥാപനം കുറിച്ചു. In this season, you should know this person, Jesus. യേശു എന്ന ഈ മഹൽ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുക. Don't mere celebrate with cake and gifts. We are talking about a big person. നമ്മൾ വെറും കേക്ക് കൊടുത്ത് ഉപഹാരങ്ങൾ കൈമാറി ആഘോഷിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഇത് ചരിത്രത്തെ തിരുത്തുന്ന വ്യക്തിയാണ്. This is a big deal. ഇത് അതിൽ വലിയ കാര്യമുണ്ട്. Why is Herod disturbed? എന്തുകൊണ്ടാണ് ഹെരോദ് ഭ്രമിക്കുന്നത്? Look at 2:2, chapter 2, verse 2. 2:2 നോക്കിയേ. You know what Magi is asking? ഈ വിദ്വാൻമാർ എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? Where is the one who has been born King of the Jews? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്തിയെ? King of the Jews is a title given to Herod in 40 CE by Roman Senate. 40 BC-യിൽ റോമൻ ആധിപത്യം ഹെരോദിന് കൊടുത്ത ഒരു തസ്തികയാണ് യഹൂദന്മാരുടെ രാജാവ്. When Magi asked Herod, where is the King of the Jews? He is thinking, how can you say that? I am the King of the Jews. ഈ വിദ്വാൻമാർ ഇത് ചോദിച്ചപ്പോൾ ഹെരോദ് ഭ്രമിച്ചു പോകാൻ കാര്യം തനിക്കറിയാം താനാണ് യഹൂദന്മാരുടെ രാജാവ്. ഈ തസ്തികയ്ക്ക് വേറൊരു അവകാശമില്ലല്ലോ. If there is a king coming, it should be from my lineage. എന്റെ പരമ്പരയിൽ നിന്നാണല്ലോ അടുത്ത രാജാവ് വരേണ്ടത്. King of the Jew title used by Magi kind of disturbed him. ഈ രാജാവ് യഹൂദന്മാരുടെ രാജാവ് എന്ന ഈ തസ്തിക വിദ്വാൻമാരുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ താൻ ഭ്രമിച്ചുപോയി. My dear brothers and sisters, you know why he is disturbed. ദൈവദാസന്മാരെ താൻ എന്തിനാ ഭ്രമിച്ചെന്ന് മനസ്സിലായോ? There cannot be two kings. 2 രാജാക്കന്മാർ സാധ്യമല്ല. If you have a pen and paper, you should write it. There cannot be two kings. നിങ്ങൾക്ക് പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഇത് എഴുതി വെക്കുക. 2 രാജാക്കന്മാർ സാധ്യമല്ല. Divine interruption. ദിവ്യമായ തടസ്സപ്പെടുത്തൽ. There cannot be two kings. 2 രാജാക്കന്മാർ പാടില്ല, പറ്റത്തില്ല.
He knows that. ഹേരോദിന് അതറിയാം. In verse 2, where is the king of Jews? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? In verse 3, king of the Jew is saying, no, this cannot be possible. രണ്ടിന്റെ There cannot be two kings. രണ്ടിന്റെ മൂന്നിൽ ഹെരോദാവ് ഭ്രമിക്കുകയാ. രണ്ട് രാജാവ്, അത് സാധ്യമേ അല്ല. In other words, if this man is coming up, I cannot be the king. ഈവൻ രാജാവായി പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ എനിക്ക് രാജാവാകാൻ കഴിയുകയില്ല. In verse 3 it says, all Jerusalem with him, they were disturbed. തന്നോടുകൂടെ മുഴു യെരൂശലേമും ഭ്രമിച്ചുപോയി. You know what is the reason? കാരണം എന്താണെന്ന് അറിയാമോ? There is a good adjustment made between Herod and Roman Caesar. റോമൻ കൈസറും ഹെരോദും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയുണ്ട്. If Roman Caesar come to know there are two kings in Palestine, there is going to be a bloody war soon. അവിടെ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകും. രണ്ട് രാജാക്കന്മാർ യെരൂശലേമിലുണ്ടെന്ന് കൈസർ അറിഞ്ഞാൽ There can be only one king in Palestine. പലസ്തീനിൽ ഒരു രാജാവേ പാടുള്ളൂ, സാധ്യമാകുള്ളൂ. In your life there can be only one king. നിങ്ങളുടെ ജീവിതത്തിലും ഒരു രാജാവേ ഭരിക്കാൻ കഴിയത്തുള്ളൂ. That is when message of Christmas is a very disturbing message. ക്രിസ്മസിന്റെ സന്ദേശം നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. Divine interruption. ദിവ്യമായൊരു ഇടപെടൽ. You are studying in university or you are in the classes, you are studying, you are enjoying your life. നിങ്ങൾ പഠിക്കുന്നു, സ്കൂളുകളിൽ പോകുന്നു, സർവകലാശാലകളിൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടുന്നു. You use the mobile the way you want. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ മൊബൈലുകൾ ഉപയോഗിക്കുന്നു. You have secret passwords. നിങ്ങൾക്ക് അതിനെല്ലാം പാസ്വേഡ്സ് ഉണ്ട്. And that is when in this season, in this youth impact, there is a king coming in your life. ഈ യൂത്ത് ഇമ്പാക്റ്റിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു രാജാവ് എഴുന്നള്ളി വരികയാണ്. King, ഒരു രാജാവ് who controls history. ചരിത്രത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു രാജാവ്. You and I, we are minor things. ആ രാജാവിന്റെ ബഹുത്വത്തിന് മുൻപിൽ നാം ഒന്നുമില്ല, ഏതുമില്ല. He can shake Pharaoh. ഫറവോനെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന രാജാവ്. He can shake Nebuchadnezzar. നെബൂഖദ്നേസറിനെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന He രാജാവ്. can shake Herod. തനിക്ക് ഹെരോദിനെ ഇളക്കി മറിക്കുവാൻ കഴിയും. This king is the message. The Christmas is about this king. ക്രിസ്മസ് ഈ രാജാവിനെ കുറിച്ചാ. There cannot be two kings. രണ്ട് രാജാക്കന്മാർ സാധ്യമല്ല. If Jesus is king over your life, യേശു നിങ്ങളുടെ ജീവിതത്തിൽ രാജാവാണെങ്കിൽ, then all of a sudden we become his servants. നമ്മൾ അവന് കീഴിൽ അവന്റെ ദാസന്മാരായി മാറുകയാണ്. You know what we will end up doing? നാം എന്ത് ചെയ്യുവാൻ കാരണമാകും? If Jesus is king over your life, യേശു നിങ്ങളുടെ ജീവിതത്തിൽ രാജാവാണെങ്കിൽ, you look at verse 2. Magi is asking something. Let us go. We saw the star when it rose and have come to worship him. ഞങ്ങൾ നക്ഷത്രത്തെ കണ്ടു, യഹൂദന്മാരുടെ രാജാവിനെ ആരാധിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. If Jesus is king, then the second thing is he demands worship. യേശു രാജാവാണെങ്കിൽ അവൻ ആരാധന ആഗ്രഹിക്കുന്നു, നമ്മളിൽ നിന്ന് ആരാധന സ്വീകരിക്കുന്നു. Yes, we are worshiping. Every Sunday we are worshiping. ഞങ്ങൾ എല്ലാവരും എല്ലാ ഞായറാഴ്ചയും ആരാധിക്കുന്നവരാ. Today also youth impact, the first 30 minutes we worship. ആദ്യ 30 മിനിറ്റ് ഇന്നത്തെ യൂത്ത് ഇമ്പാക്റ്റിലും ഞങ്ങൾ മതിമറന്ന് ആരാധിച്ചു. Singing is part of worship, but worship is much more than singing. പാട്ട് ആരാധനയുടെ ഭാഗമാണ്, പക്ഷെ ആരാധന പാട്ടിലും വിസ്തൃതിയുള്ളതാ. If Jesus is king, യേശു രാജാവാണെങ്കിൽ, you know what king expects of you? നിങ്ങളിൽ നിന്ന് രാജാവ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? There was a godly saint who used to pray this every day morning. He would get up on his bed, sit there and pray this. Lord, this is the altar and I am the sacrifice. ഒരു ഭക്തനായ മനുഷ്യൻ എന്നും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഇതാണ് യാഗപീഠം, ഞാനാണ് യാഗവസ്തു. King demands worship. രാജാവ് ആരാധന നമ്മളിൽ നിന്ന് കൽപ്പിക്കുന്നു. Worship is costly. ആരാധന വില മുടക്കുള്ളതാണ്. That is when you feel like Jesus is interrupting you. നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് അപ്പം മനസ്സിലാകും. You may be dreaming of a good career. You want to make money. You want to build house. You want to buy sports car. You want to enjoy. ലോകത്തിൽ പണമുണ്ടാക്കണം, ഉന്നത സ്ഥാനത്തെത്തണം, വാഹനങ്ങൾ കൈമാറണം, ഇങ്ങനെ ഔന്നിത്യമായത് നിങ്ങൾ കൊതിക്കുകയാണ്. Maybe in your bedroom you will have posters of bike, sports car, or
ladies, you may have big poster about model. I want to look like that. ചില സ്ത്രീകൾക്ക് ചില മോഡലിന്റെ ഫോട്ടോ അവരുടെ റൂമിൽ കാണും. പുരുഷന്മാര് ബൈക്കും കാറും ഇങ്ങനെ മറ്റ് കാര്യങ്ങൾ നേടുവാനുള്ള തത്രപ്പാടില്ല. This evening, king is standing on your way. പക്ഷേ ഈ സന്ധ്യാസമയം നിങ്ങളുടെ മാർഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു രാജാവ് നിൽക്കുന്നു. There cannot be two kings. രണ്ട് രാജാവ് പറ്റത്തില്ല. There cannot be two kings in Palestine. There cannot be two kings in your life. പലസ്തീനിൽ രണ്ട് രാജാവ് ഉണ്ടാകുന്നത് സാധ്യമല്ല. നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും രണ്ട് രാജാവ് സാധ്യമല്ല. Either you are king over your life or Jesus is your king. ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവാ, ഭരണം നയിക്കുന്നു, അല്ലെങ്കിൽ യേശുവാണ് നിങ്ങളുടെ രാജാവ്. Either Jesus is Lord of all or he is not Lord at all. ഒന്നെങ്കിൽ യേശു എല്ലാറ്റിനും മീതെ കർത്താവാണ്, അല്ലെങ്കിൽ യേശു കർത്താവേ അല്ല. In this youth impact, last youth impact of this year, may I ask you this question: who is the king over your life? ഈ വർഷത്തെ അവസാന യൂത്ത് ഇമ്പാക്റ്റിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ് ആരാണ്? Very, very quickly, some of you might say, yes, Jesus is my king. നിങ്ങളിൽ ചിലർ പെട്ടെന്ന് പറയും, യേശുവാണ് എൻ്റെ രാജാവ്. How do you know he is the king? എങ്ങനെ അറിയാം യേശു തന്നെയാണ് രാജാവെന്ന്? There is only one way to know that. അതറിയാൻ ഒരു വഴിയേ ഉള്ളൂ. Your dreams will say who is your king. നിങ്ങളുടെ സ്വപ്നങ്ങൾ, മോഹങ്ങൾ പറയും നിങ്ങളുടെ രാജാവ് ആരാണ്. If somebody will ask you, what is your ambition? What are you going to say? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഒരു വ്യക്തി നിങ്ങളോട് ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് പറയും? Is it according to king's desire? രാജാവിന്റെ ഇഷ്ടമാണോ? It is not a fancy thing to say Jesus is king. It Yeshua is about I am not king. യേശുവിന്റെ രാജാവ് എന്ന് പറയുന്നത് ഏതോ ഒരു അഭിമാനം മാത്രമല്ല, ഞാൻ രാജാവല്ലെന്ന് ഏറ്റുപറയുകയാണ്. He demands worship. താൻ ആരാധന നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. And you know what kings would demand? എന്താണ് രാജാക്കന്മാർ ചോദിക്കുന്നതെന്ന് അറിയാം? Not only worship but service, your service. ആരാധന മാത്രമല്ല, നിങ്ങളുടെ സേവനം കൂടി അവൻ പ്രതീക്ഷിക്കുന്നു. This language is belonging to king. He demands service. രാജാവിന്റെ ഭാഷയാണിത്. രാജാവ് പ്രജയിൽ നിന്ന് സേവനം ആഗ്രഹിക്കുന്നു. Here is a king who is interrupted. ഒരു രാജാവ് ഇവിടെ തടസ്സപ്പെട്ടിരിക്കുക. Because his agenda will fail. തന്റെ പദ്ധതികൾ പാളിപ്പോകും. Jesus is going to rule. യേശു രാജാവായി ഭരിക്കും. Cannot have two kings. രണ്ട് രാജാക്കന്മാർ സാധ്യമല്ല. But when I look at chapter 4 verse 18 onwards, എന്നാൽ 4:18 മുതൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ this king is walking around in Palestine. ഈ രാജാവ് പലസ്തീനിൽ, Jesus the king. യേശു എന്ന രാജാവ് പലസ്തീനിൽ കൂടി സഞ്ചരിക്കുക. There is nothing that will make him distinguished from others. മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുവാൻ തനിക്കൊന്നും എടുത്തു He പറയാനില്ല. doesn't have a crown. ഒരു കിരീടമില്ല. He doesn't have people with armed guards all around him. No. തനിക്ക് പട്ടാള സഞ്ചയമില്ല. He says, I have no place to lay my head. തലചായ്പാൻ ഇടമില്ലെന്ന ഈ രാജാവ് പറയുന്നത്. He is a different kind of king. ഒരു വ്യത്യസ്ത രാജാവാണിവൻ. But world history is looking at this man. ലോക ചരിത്രം സൂക്ഷിച്ച് ഈ വ്യക്തിയെ നോക്കുമ്പോൾ Voltaire's words revealed he is king, not Voltaire. Jesus is the king. വോൾട്ടേറുടെ വാക്കുകളും ജീവിതവും കാണിക്കുന്നു, വോൾട്ടേർ അല്ല രാജാവ്, ഇവനാണ് രാജാവ്. 4:18 he goes around. As Jesus was walking beside the Sea of Galilee, he saw two brothers, Simon called Peter and his brother Andrew. He saw two men. 4:18 ഷീമോനും അന്ത്രയോസും എന്ന രണ്ട് സഹോദരന്മാരെ ഗലീല കടൽക്കരയിൽ യേശു കണ്ടു. And you see king's words. രാജാവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. Only king will speak like this. രാജാവിനെ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. Otherwise you can ask or invite people saying, would you consider being with us? ഞങ്ങളുടെ കൂടെ ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? Would you consider coming to our youth meeting? ഞങ്ങളുടെ യൂത്ത് മീറ്റിംഗിൽ വരാൻ താല്പര്യമുണ്ടോ? Would you consider reducing your mobile time, screen time? നിങ്ങളുടെ മൊബൈലിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാമോ? But you know what king says? എന്നാൽ രാജാവിന്റെ പ്രയോഗം എങ്ങനെയാ? Come, follow me. രാജാവിന്റെ ആജ്ഞ കേട്ട് വരുവീൻ, എന്നെ അനുഗമിപ്പീൻ. I was shocked when I looked at 4:19. ഈ ആജ്ഞാഭാഷ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. King Herod was interrupted. രാജാവായ ഹെരോദ് തടസ്സപ്പെട്ടു.
they are also interrupted. ഈ മുഖവന്മാരായ ശീമോനും അന്ത്രയോസും അവരുടെ ജീവിത ചര്യയും തടസ്സപ്പെട്ടു. Because Jesus always interrupts. യേശു എപ്പോഴും ജീവിതത്തിന്റെ ഗതിയെ തട്ടിമാറ്റി I വിടുന്നവനാണ്. can only imagine Peter and Andrew talking to each other. Hey, let's expand our business. Let's buy 2 more boats. Let's buy 4 more nets. That is the discussion. പത്രോസും അന്ത്രയോസും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഞാൻ ഭാവന കാണുകയാ. നമുക്ക് 2 വള്ളം കൂടെ മേടിക്കണം, 4 വലയൂടെ മേടിക്കണം, നമ്മുടെ ഈ കച്ചവടത്തെ ഒന്ന് വിശാലമാക്കണ്ടേ. Let us share our business 50-50. നമ്മുടെ ബിസിനസ് ഒരു പാർട്ട്ണർഷിപ്പ് 50-50 നമുക്ക് പങ്കുവെക്കാം. And Peter and Andrew, they might be talking, let's become the millionaires. പത്രോസും അന്ത്രയോസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, ഈ നാട് കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരായി നമുക്ക് മാറാം. With our business, after we expand it 5 years, if we work, we can construct the new house. നമ്മൾ 5 വർഷം കൂടെ അധ്വാനിച്ചാൽ ഒരു പുത്തൻ വീട് നമുക്ക് പണിയാം. King comes right on the way. അവരിങ്ങനെ വലിയ പ്ലാനുകളും കണക്കൂട്ടലും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വഴിയിൽ വരുന്നു. Come follow me. നിങ്ങൾ എന്നെ അനുഗമിക്കാം. You cannot have 2 kings. നിങ്ങൾക്ക് 2 രാജാക്കന്മാർ സാധ്യമേ അല്ല. Andrew, either you are your king, അന്ത്രയോസേ, you should accept me as your king. ഒന്നെങ്കിൽ നീയാണ് നിന്റെ രാജാവ്, അല്ലെ എന്നെ രാജാവായി കൈക്കൊള്ളണം. But I was struck by the response of these people. അവരുടെ പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടി. In 4:20, at once they left their nets and followed him. ആ നിമിഷം തന്നെ വലകളെ വിട്ട് അവർ യേശുവിനെ അനുഗമിക്കുക. Herod was interrupted. ഹെരോദ് തടസ്സപ്പെട്ടു. Andrew and Peter, they were interrupted. അന്ത്രയോസും പത്രോസിന്റെ ജീവിതവും തടസ്സപ്പെട്ടു. But they looked at Jesus, you are king. അവർ യേശുവിനെ നോക്കി പറഞ്ഞു, നീയാണ് രാജാവ്, You deserve worship. നീ ആരാധനയ്ക്ക് യോഗ്യൻ, You deserve service. നീ സേവനത്തിന് യോഗ്യൻ. We are not ruling our life. You decide what is best for ഞങ്ങളുടെ us. ജീവിതത്തെ ഞങ്ങളല്ല നിയന്ത്രിക്കുന്നത്, അങ്ങ് ഭരിച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കൂ. When you look at church history, there are amazing interruptions done by Jesus. സഭാ ചരിത്രത്തെ നോക്കുമ്പോൾ ദൈവിക ഇടപെടലിന്റെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. I know all of you must have heard the name Saint Augustine. അഗസ്റ്റിൻ എന്ന മനുഷ്യനെ കുറിച്ച്, ആ ഭക്തനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. Loose living. He was known for loose living. വളരെ ദുർമാർഗിയായ വ്യക്തിയായിരുന്നു. And in search of life's basic questions. ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരമുട്ടിയവനായിരുന്നു. Sometime in the year 386 AD, once he was outside of his house taking a walk in the garden. 386 AD തന്റെ വീടിന്റെ പുറത്ത് താൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. He heard a voice of a child singing, pick it up and read it. Pick it up and read it. This is what he heard. ഒരു പയ്യൻ പാടുന്ന വീണനാഥത്തോട് പാടുന്ന ശബ്ദം കേട്ടു. എടുത്തു വായിപ്പീൻ, എടുത്തു വായിപ്പീൻ. He thought for a minute, what is this? ഇതെന്താണ് താൻ ഒരു നിമിഷം ചിന്തിച്ചു. Then he ran through his mind, no, I have not seen any lines like this. There are no songs like this. താൻ ഓർത്തു, ഇങ്ങനെ ഒരു പാട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ. Then he realized, most probably it is a command from God. Pick up and read it. He went into the house, located his Bible, which his mom used to read, located Bible, opened the Bible, started reading. ഇത് തനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ഒരു ആജ്ഞയാണ്. താൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് പൊടിതട്ടി തൻ്റെ അമ്മ ഉപയോഗിച്ച ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. You know, when he opened the Bible, which verse? His eyes fell on Romans chapter 13, verse 13 and 14. റോമാലേഖനം 13:13-14 താൻ ബൈബിൾ തുറന്ന നിമിഷം തൻ്റെ കണ്ണിൻ മുൻപിൽ കണ്ടു. Let us behave decently. നമ്മൾ ക്രമമായി ജീവിക്കാം. As in the daytime, not in carousing and drunkenness, not in sexual immorality and debauchery, not in dissension and jealousy. Rather, clothe yourselves with the Lord Jesus Christ. This is what he read. എന്താണ് അഗസ്റ്റിൻ വായിച്ചത്? താൻ വായിച്ചത് വെറുക്കൂത്തിലും ഇരുട്ടിന്റെ പ്രവർത്തികളും കഴിക്കുന്ന ജീവിതം നിർത്തലാക്കി ക്രിസ്തുവിനെ ധരിച്ച് ജഡത്തിനിടം കൊടുക്കാതിരിക്കാം. Jesus interrupted Augustine. അഗസ്റ്റിന്റെ ജീവിതത്തിൽ വന്ന് യേശു തടസ്സപ്പെട്ടു. Herod was disturbed. ഹെരോദിന്റെ ജീവിതത്തിൽ ഭ്രമമുണ്ടായി. Augustine too was interrupted. അഗസ്റ്റിന്റെ ജീവിതത്തിലും ഒരു ദിവ്യമായ ഇടപെടലുണ്ടായി. But you know what Augustine, how he responded? അഗസ്റ്റിൻ എങ്ങനെ പ്രതികരിച്ചെന്ന് അറിയാമോ? I am your slave. ഞാൻ നിന്റെ അടിമയായ രാജാവേ. From today I will worship you. ഇന്നു മുതൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കും. From today I will serve you. നിന്നെ സേവിക്കും ഞാൻ. You are the king. നീയാണ് രാജാവ്. You all might know Martin Luther. മാർട്ടിൻ ലൂഥറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. In July 1505,
1505 ജൂലൈ 15 Luther had a life-changing interruption. തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവിക ഇടപെടലുണ്ടായി. He was caught in a horrific thunderstorm. ഒരു വലിയ ഇടിമുഴക്കത്തോടുള്ള പേമാരിയിൽ താൻ പെട്ടുപോയി. He was afraid. താൻ പേടിച്ചു പോയി. ഞാൻ മരിച്ചു പോകും. In between he cried out. അതിന്റെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു, Save me, I will become a monk. എന്നെ രക്ഷിച്ചോ, ഞാനൊരു സന്യാസിയായി മാറാം. Rest is history. ചരിത്രം ബാക്കി സാക്ഷ്യം വഹിക്കുന്നു. Instrument of God for reformation. ആ നവോത്ഥാനത്തിന്റെ ഉപകരണമായി ദൈവം ഉപയോഗിച്ച മനുഷ്യൻ. Jesus will interrupt you. നിങ്ങളുടെ ജീവിതത്തെ യേശു തടസ്സപ്പെടുത്തി ഗതി തിരിച്ചുവിടും. We all know John Wesley. ജോൺ വെസ്ലിയെ നമുക്കറിയാം. Born in England in 1703. 1703 ഇംഗ്ലണ്ടിൽ ജീവിച്ച മനുഷ്യൻ. In 9th February 1709. 9 ഫെബ്രുവരി 1709 When Wesley was 6 years old. താൻ 6 വയസ്സുള്ളപ്പോൾ മാത്രം A large fire broke out in the rectory where they used to live. താൻ ജീവിച്ച ഭവനത്തിൽ ഒരു വലിയ തീ കത്തൽ ഉണ്ടായി. Young Wesley was stuck inside. അതിൽ വെസ്ലി മാത്രം അകപ്പെട്ടു. All the adults came out. Young Wesley is stuck inside. ജോൺ വെസ്ലി മാത്രം ആ തീ ആളിക്കത്തുന്ന വീട്ടിൽ പെട്ടുപോയി. Somebody miraculously took him out from the window. ഒരു ജനാലയിൽ നിന്ന് അത്ഭുതകരമായി തന്നെ ഒരാൾ കോരിയെടുത്തു. He was known always. He was characterized with this sentence throughout his life. തന്റെ ജീവിതത്തെ മാറ്റി നിർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. A brand plucked from the burning. തീയിൽ നിന്ന് പിറക്കിയെടുത്ത ഒരു കൊള്ളി. Interrupted. ചരിത്രത്തിൽ ഇടപെട്ട ദൈവിക പ്രവൃത്തി. Are you interrupted? ദൈവം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇടപെട്ടോ? Or these stories, Augustine was interrupted. I don't understand. What are you saying? അഗസ്റ്റിന്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു. അതിന് എന്താ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. Yeah, Wesley caught in a fire, interrupted. I don't know. Nothing happened to me. വെസ്ലിയെ തീയിൽ നിന്ന് കോരിയെടുത്തു, എനിക്കൊന്നും ഭവിച്ചില്ലല്ലോ. Martin Luther caught in a thunderstorm. What are you saying? By God's grace, I have no thunderstorm. I am not interrupted. മാർട്ടിൻ ലൂതർ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു, ഞാൻ ഏതായാലും ഒരു കൊടുങ്കാറ്റിലല്ലല്ലോ. My sincere prayer for my brothers and sisters is this: in 2020 December, may you have an interruption. 2020 ഡിസംബറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരത്തിൽ നിന്നുള്ള ഒരു തടസ്സപ്പെടുത്തൽ, ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. The way you use your mobile, may King interrupt you. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന രീതിയെ രാജാവ് തടസ്സപ്പെടുത്തട്ടെ. Your dreams and ambition, may King interrupt. നിങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതാഭിലാഷങ്ങളെയും രാജാവ് തടസ്സപ്പെടുത്തട്ടെ. We both are sharing this. Both of us are interrupted by this king. ഞങ്ങൾ രണ്ടുപേരും ഇത് പങ്കുവെക്കുമ്പോൾ ഈ രാജാവിനാൽ തടസ്സപ്പെട്ട വ്യക്തികളാണ്. We too had great plans. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. But like in chapter 2 verse 3, we were disturbed, we were interrupted. 2:3 നമ്മൾ വായിച്ചതുപോലെ ഞങ്ങളും ഭ്രമിച്ചുപോയി. For me, I had around 7 or 8 months to plan to go to Bible college when king interrupted me. രാജാവിന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തിയപ്പോൾ 7-8 മാസം അതിനെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ സമയമുണ്ടായിരുന്നു. What I heard of my dear brother is he only took 3 days because king interrupted. 3 ദിവസം മാത്രമേ എനിക്കെടുത്തുള്ളൂ ആ തീരുമാനമെടുക്കുവാൻ. എൻ്റെ സഹോദരനെടുത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആ തടസ്സം വന്നു. Who is Jesus? യേശു ആരാ? In your life, who is Jesus? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ആരാ? Oh, I worship you on Sunday. Jesus, you are worthy. Jesus, you are worthy. Is that the Jesus? നിങ്ങൾ ഞായറാഴ്ച ആരാധിക്കുന്നു, യേശു യോഗ്യൻ 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 എന്ന് പറഞ്ഞ് അത്രമാത്രം ഒരു ബന്ധമുള്ള രാജാവാണോ? Or do you know of a Jesus who interrupts people? ജീവിതത്തെ, വ്യക്തികളെ, ചരിത്രത്തെ തടസ്സപ്പെടുത്തി ഗതി തിരിച്ചു വിടുന്ന ഒരു യേശുവിനെ അറിയാമോ? Have you seen a Jesus who stands in front of Andrew and Peter and saying, come follow me? The command involved. അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ജീവിത വഴിത്താഴയിൽ നിന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു യേശുവിനെ അറിയാമോ? One response to interruption is Herod's response. തടസ്സപ്പെടുത്തുന്ന യേശുവിനോടുള്ള ഒരു പ്രതികരണമാണ് ഹേരോദാവിന്റെ പ്രതികരണം. He is disturbed. ഭ്രമിച്ചുപോയ ഹേരോദാവ് He wants to kill Jesus. യേശുവിനെ എങ്ങനെയും കൊല്ലണം.
I hope none of you will be in that category. ആ ഹേരോദാവ് പ്രതികരിച്ച പട്ടികയിൽ നിങ്ങൾ ആരും കാണത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. I know of some youths whom I know personally. They ask this youth meeting. So are you going to preach from Bible? If you're preaching from Bible, I am not coming. ചില യൂത്ത് മീറ്റിംഗിൽ യവനക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ നിന്നാണോ പ്രസംഗിക്കുന്നത്, ഞാൻ വരുന്നില്ല. If it is stories, I will come. കഥകളാണെങ്കിൽ എനിക്ക് കേൾക്കാൻ കൗതുകം. If it is games, I will come. കളികളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരാം. But if you are going to talk about sin, Jesus, Savior, I am not coming. പാപം, മാനസാന്തരം, വീണ്ടെടുപ്പൊക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ട. You are trying to kill. നിങ്ങൾ യേശുവിനെ കൊല്ലാൻ നോക്കുന്ന ഹെരോദിന്റെ സഖ്യം You ചേർന്നിരിക്കുക. are trying to be king over your life. You don't want another king. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവായി മറ്റൊരുത്തിന് ഇടം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നിൽക്കുക. But you know what is another response that I see in chapter 2? രണ്ടാം അധ്യായത്തിൽ കാണുന്ന മറ്റൊരു പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചേ. In verse 11 it says, the Magi, they saw the child with his mother Mary and they bowed down and worshipped him. ഈ വിദ്വാൻമാർ അമ്മയോടുകൂടെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ കുഞ്ഞിന്റെ മുൻപാകെ സാഷ്ടാംഗം വീണ് അവനെ ആരാധിച്ചു. With gifts, you are king, you are priest, you are prophet, you are king. നീ രാജാവാണ്, നീ പുരോഹിതനാണ്, നീ പ്രവാചകനാണ്, നീ മാത്രം രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന അർപ്പിക്കുന്നു. Don't let 2020 go without you make a decision. ഇങ്ങനൊരു തീരുമാനത്തിലെത്താതെ, യേശുവിന്റെ തടസ്സപ്പെടുത്തലിനോട് പ്രതികരിക്കാതെ 2020 നിന്ന് മുന്നോട്ട് പോകരുത്. Don't live on a lie. When you put up a mask before others, yeah, I'm doing well, but not really interrupted, not taken a decision, not moving, don't move forward like that. ഒരു മുഖം മൂടിയിട്ട് നുണ ജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങരുതേ. യേശുവിന്റെ തടസ്സപ്പെടുത്തലിനെ ഏറ്റെടുക്കുക. Today, how many of you will say, Jesus, you are the king over my life. I don't want to be king. You be the king over my life. യേശുവേ, നീയാണ് രാജാവ്, എനിക്ക് നീ രാജാവാകണ്ട, എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവനുമായി ഏറ്റെടുത്തോ. I don't want to be like Herod, എനിക്ക് disturbed. ഹെരോദിനെ പോലെ അസ്വസ്ഥനാകണ്ട. I don't want to be disturbed with this interruption. I want to follow you. ഈ തടസ്സപ്പെടുത്തൽ നിമിത്തം ഭ്രമിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നിന്നെ അനുഗമിക്കണം. How many of you would like to make a fresh commitment before the king today? ഈ രാജാവിന്റെ മുൻപാകെ ഒരു പുതുക്കപ്പെട്ട സമർപ്പണത്തിന് ആർ തയ്യാറാണ്? This youth meeting is conducted with this greatest, deepest desire to see people follow Jesus. ഈ ആഴമായ ഔന്നത്യമായ ആഗ്രഹത്തോടാണ് ഈ യൂത്ത് മീറ്റിംഗ് നടത്തുന്നത്. യേശുവിന്റെ പിൻഗാമികളായി, അനുഗാമികളായി നിങ്ങൾ ഓരോരുത്തരും The മാറണം. success of this meeting, today's meeting, is evaluated by how many of you will look at Jesus and say, you are the king, I am not the king, you are the king. ഇന്നത്തെ യോഗത്തിന്റെ വിജയം എത്ര പേർ യേശുവിങ്കിലേക്ക് നോക്കി ഞാനല്ല രാജാവ്, അങ്ങാണ് രാജാവെന്ന് ഏറ്റു പറയുന്നതിലാണ്. I'm going to give you an opportunity now. ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാൻ പോകുകയാണ്. If you want to make a fresh decision before the Lord, ദൈവത്തിന് മുൻപാകെ ഒരു പുതിയ തീരുമാനം എടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, Jesus, you have interrupted me several times. I remember that day I had a dream, but I did not give myself into it. എൻ്റെ ജീവിതത്തെ അനേക തവണ നീ തടസ്സപ്പെടുത്തി. അന്ന് എനിക്കൊരു സ്വപ്നം, ഒരു ദർശനമുണ്ടായി. That day my father told me, but I did not give a damn. എൻ്റെ പിതാവ് ആ ദിവസം എന്നോട് ശക്തമായി സംസാരിച്ചു, ഞാനത് നിരസിച്ചു. I always refuse this interruption. ഈ തടസ്സപ്പെടുത്തലിനെ എല്ലാം ഞാൻ തിരസ്കരിച്ചു. But today, Lord, I am going to yield myself to this interruption. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ തടസ്സപ്പെടുത്തുന്ന രാജാവിന്റെ മുൻപാകെ ഞാൻ അടിയറവ് പറയുന്നു. If you are that person who want to make a fresh commitment before the Lord, may I ask you to lift your hands before the Lord, before the King. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ രാജാവിന്റെ മുൻപാകെ സമർപ്പിക്കുന്നവർ ഈ രാജാവിനെ നോക്കിക്കൊണ്ട് കരങ്ങളെ ഉയർത്താം. I see several of you lifting your hands. Praise the Lord. നിങ്ങളിൽ അനേകർ കരങ്ങളെ ഉയർത്തുന്നതായി ഞാൻ കാണുന്നു. This is not before me. എൻ്റെ മുൻപിലല്ല. It doesn't make a difference if you lift your hands before me. എൻ്റെ മുൻപിൽ കൈ ഉയർത്തിയാൽ ഒരു പ്രയോജനവുമില്ല. Herod was disturbed to the core. ഹെരോദ് ഭ്രമിച്ചു. You don't need to be disturbed. നിങ്ങൾ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. Like Andrew and Peter
follow him. അന്ത്രയോസിനെയും പത്രോസിനെയും പോലെ അവനെ അനുഗമിക്കുക. There is certainty when you follow him. അവന്റെ പിന്നാലെ പോയാൽ ഒരു ഭദ്രതയുണ്ട്. There is fullness when you follow this. അവന്റെ പിന്നാലെ പോയാൽ ഒരു പൂർണ്ണതയുണ്ട്. He controls history. അവൻ ചരിത്രത്തെ He നിയന്ത്രിക്കുന്നവനാണ്. is King of Kings. അവൻ രാജാതിരാജാവാണ്. He only can fill the vacuum in your heart. നിങ്ങളുടെ ഹൃദയത്തിലെ ആ ശൂന്യതയെ നിറയ്ക്കുവാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. Heavenly Father, we look to you today. സ്വർഗ്ഗീയ പിതാവേ, അങ്കിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു. So many times in December, Lord, we are caught up with gifts. We are caught up with making Christmas tree and stars. ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന്റെ പല ആഘോഷ വിഭ്രാന്തികളിൽ ഞങ്ങൾ മതിമറന്നിരിക്കുക. Rarely we see you as king. ഞങ്ങൾ നിന്നെ രാജാവായി കാണാറേയില്ല. We often look at you and say, you have forgiven my sin and happy, and we go away. But today from the scripture, we know of a person who was disturbed because he knew from the scriptures you are king. യേശുവിന്റെ പാപം ക്ഷമിച്ചു, ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ്. പക്ഷേ യേശു ഇടപെടുന്ന, തടസ്സപ്പെടുത്തുന്ന, ജീവിതം മാറി മറിഞ്ഞ ഒരു വ്യക്തിയെ ഞങ്ങൾ ഇന്ന് കണ്ടു. Lord, today we realize it is not just dipping ourselves in water and thinking that everything is done. No. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതും എല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്നത് മാത്രമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. King demands worship. രാജാവ് ആരാധന ആഗ്രഹിക്കുന്നു. King demands service. നമ്മളിൽ നിന്ന് സേവനം, ഞങ്ങളിൽ നിന്ന് സേവനം ആഗ്രഹിക്കുന്നു. King demands radical decisions. വളരെ പ്രത്യേകമായ വ്യത്യസ്തമായ തീരുമാനങ്ങൾ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. Lord, I pray that you would hold the hands of the people who have submitted their lives before you. കരങ്ങളെ ഉയർത്തിയവരുടെ കരത്തെ അങ്ങ് പിടിക്കണമേ. Oh King of Kings, would you hold those hands? രാജാതിരാജാവേ, ആ കരങ്ങളെ അങ്ങ് പിടിക്കണം. 2020 December, may this month be a life transforming month. ഡിസംബർ 2020 എന്ന ഈ മാസം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മാസമായി മാറട്ടെ. Oh King, start something new in their life. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകട്ടെ രാജാവേ. King, rule over their life. രാജാവേ, അവരെ ഭരിക്കണമേ. Let them worship you. രാജാവേ, അവർ നിന്നെ മാത്രം Let ആരാധിക്കട്ടെ, them serve you. നിന്നെ മാത്രം സേവിക്കട്ടെ. Let their ambition be to please you. അവരുടെ ജീവിത അഭിലാഷം നിന്നെ മാത്രം Let പ്രസാദിപ്പിക്കുന്നതാകട്ടെ. their bodies be living sacrifices. അവരുടെ ശരീരം ജീവനുള്ള യാഗമായി മാറട്ടെ. Let them not serve money or world, let them serve you. ലോകത്തെയോ പണത്തെയോ അവർ ഒരിക്കലും സേവിക്കുവാൻ അനുവദിക്കില്ല. May your name be glorified in and through their life. അങ്ങയുടെ പരിശുദ്ധ നാമം അവരിൽ കൂടി അവരിലും മഹത്വം എടുക്കട്ടെ. Like wise men, help us to be wise in the way we respond to interruption. ആ ജ്ഞാനികളായ വിദ്വാൻമാരെ പോലെ ഇടപെടലിനോട് പ്രതികരിക്കുന്നതിൽ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. Continue to speak to us through this word. Even as we retire from this meeting, continue to minister to us from this word. ഈ മീറ്റിംഗിൽ ഞങ്ങൾ മടങ്ങി പോകുമ്പോഴും ഈ വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടണമേ. In Jesus' name I ask this prayer. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you all. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.